ഹലോ ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ കൊണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്റ്റൈലിൽ മാങ്ങാച്ചാർ എങ്ങനെ ഇരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെ നോമ്പൊക്കെ വരുന്നേ, അച്ചാറൊക്കെ കൂട്ടിയിട്ട് കുറച്ച് കഞ്ഞി ഒഴിച്ച് അങ്ങ് നോമ്പ് അങ്ങ് ഉഷാറായി പോകണ്ടേ, അതിനൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങാച്ചാർ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇവിടെയുള്ള മാങ്ങനെ അങ്ങ് കൊത്തി കൊത്തി കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറേന്നില്ല കേട്ടോ, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് 2 മണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. 2 മണിക്കൂർ മാങ്ങ ഉപ്പിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അതും കൊണ്ട് നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ സ്റ്റൈലാണ്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം. അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, പച്ചമുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇല്ലെങ്കിൽ കറിയിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. വേപ്പിൻ്റെ ഇല പുറത്തിട്ട് കളഞ്ഞാലും കറി ഭയങ്കര ടേസ്റ്റ് ഇല്ലാത്ത മതിയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മോനിപ്പോൾ കടയിൽ പോയി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, അത് നമുക്ക് കത്തിച്ചു കേട്ടോ. അതിലോട്ട് നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. ഞാൻ നല്ലെണ്ണയിലല്ല, ഞാൻ ഇവിടെ എന്ത് ഓയിലുണ്ടോ അതും കൊണ്ട് അങ്ങ് ചെയ്യും കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണയിലൊക്കെ കുറേ നാളെടുത്ത് വെക്കാം, പക്ഷേ സൺഫ്ലവർ ഓയിലായാല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങ് യൂസ് ചെയ്യണല്ലേ, അപ്പോൾ അതുകൊണ്ട് കേടുവൊന്നും വരില്ല കേട്ടോ. എൻ്റെ പൊന്നെ, വെളിച്ചെണ്ണ അധികം നല്ലെണ്ണയില്ല കേട്ടോ നല്ലത്. എണ്ണ അങ്ങ് ചൂടാനുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് കടുക് ഇടാം കേട്ടോ. കടുക് 2 ടീസ്പൂൺ കടുക് ഇട്ടു കേട്ടോ. നന്നായിട്ട് പൊട്ടിട്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് കടുകൊക്കെ പൊട്ടിട്ടോ. അതിലോട്ട് നമ്മൾ ഈ വെളുത്തുള്ളിനെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ വെളുത്തുള്ളിനെ, ഇഞ്ചിനെ, പച്ചമുളകിനെ, കറിവേപ്പിൻ്റെ എല്ലാം മിക്സ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടോ. കുറച്ച് ഈ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് മാങ്ങയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച കാരണം കുറച്ച് ഉപ്പിട്ടോ. ഇതിൽ ഉപ്പുണ്ട്, അപ്പം ഇതിലോട്ടുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ. അങ്ങനെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. ആ സ്മെല്ലൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഗ്യാസ് കുറച്ച് കുറവാക്കാം കേട്ടോ. അതിലോട്ട് നമ്മൾ എത്ര മാങ്ങ എടുത്തിട്ടുണ്ട് അങ്ങനെ ആവശ്യത്തിന് മുളകും പൊടി കേട്ടോ. എൻ്റെ ആവശ്യത്തിന് മുളകും പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര നിങ്ങൾ ഇടുക കേട്ടോ. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ഉലുവി കടുകും പൊടിച്ചിടും. ഞാൻ അതല്ല കായപ്പൊടി ഇട്ടിട്ട് അങ്ങനെയില്ല കേട്ടോ. ഞാനിതാ ഈ പിക്കിൾ പൗഡറില്ല, അച്ചാർ പൊടി മാത്രം യൂസ് ചെയ്യാറ്. ഉലുവിയും കടുകും കായപ്പൊടി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോട്ടെ. എൻ്റെ പൊന്നെ, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അച്ചാറിൻ്റെ സ്മെല്ല് വരാനുണ്ട് കണ്ടോ. നന്നായിട്ട് അതിന് അതിലോട്ട് നമ്മൾ കുറച്ച് വിനാഗിരി കേട്ടോ. ആവശ്യത്തിന് കേട് വരാതിരിക്കാനാണ് കേട്ടോ ഞാൻ വിനാഗിരി യൂസ് ചെയ്യുന്നത്. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഞാൻ അതിലോട്ട് ആ മാങ്ങയും ഇട്ടു കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറ് കേട്ടോ. ഇനി വേറെ വിധം ഇങ്ങനെ ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഗ്യാസ് പെട്ടെന്ന് ഒന്ന് ഓഫാക്കുക കേട്ടോ. അങ്ങനെ ഇത് അച്ചാർ സെറ്റായിട്ടോ. ഇനി ഇതിനെ ചൂടാറാൻ വെക്കുക. കുറച്ച് മാങ്ങ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ മുളകിന് അങ്ങോട്ട് വരിമുളകാണ് ഇടേണ്ടത്. അങ്ങനെ മുറിച്ചിട്ട് വെള്ളം കേട്ടോ. കേട്ടോ പച്ചവെള്ളം. ഇനി കുറച്ച് വിനാഗിരി കേട്ടോ. എൻ്റെ പൊന്നി, ഇതങ്ങ് കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി പറഞ്ഞ മാതിരിയാണ് കേട്ടോ. ഇത് അടിപൊളി അച്ചാർ സെറ്റായി വന്നിട്ടുണ്ട് എൻ്റെ പൊന്നെ. നല്ല ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലായിട്ട് ആക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇതൊരു ശകലം കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് വേറെ ഒരു കൂട്ടാനും വേണ്ട കേട്ടോ. കഞ്ഞി നോമ്പൊക്കെ തുറന്നതിൻ്റെ ശേഷം കുറച്ച് ചൂടോടെ കഞ്ഞി അച്ചാറും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഉന്മേഷം കിട്ടും. അച്ചാറും കുട്ടിയൊക്കെ കഞ്ഞിയൊക്കെ കുടിച്ചാൽ കേട്ടോ. അത് എല്ലാവർക്കും ഇല്ല കേട്ടോ, ചില ആൾക്കാർക്ക്, എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ കുപ്പിയിലോട്ടാക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാനിതൊരു കുപ്പിയിലോട്ടാക്കിട്ടോ. ഒരു കുപ്പി മാങ്ങച്ചാർ അപ്പോൾ റെഡി. അപ്പോൾ അങ്ങനെ 2 വിധ അച്ചാർ, ഒന്ന് ഉപ്പിലിട്ടതും ഒന്ന് ഇങ്ങനെയും കേട്ടോ. ഇത് മാങ്ങ എവിടുന്നാലും നിങ്ങൾക്കറിയാലോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ചാർ റെഡിയായി എൻ്റെ പൊന്നെ. അപ്പോൾ അതാ ഒരു കുപ്പി അച്ചാർ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നാളത്തെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 വിധ അച്ചാർ റെഡി കേട്ടോ. അടിപൊളി അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ.